ചുമ്മാ ഒരു ചോദ്യം. കോട്ടയ്ക്കൽ നഗരസഭയിൽ BMW കാറിൽ പോകുന്നയാൾക്ക് മാസം 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ കിട്ടിയെന്ന് കേട്ടപ്പോ നിങ്ങൾ ശരിക്കും ഞെട്ടിയോ? ഏതായാലും നമ്മുടെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓ, ഇതല്ലേ വലിയ കാര്യം എന്നാവാം. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ അറ്റത്ത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നൽകിയ ഒരു റിപ്പോർട്ട് പൊടി പിടിച്ചു കിടപ്പുണ്ട്. ഒന്നാം പിണറായി സർക്കാർ വന്ന ശേഷം 2016 സമർപ്പിച്ച ആ റിപ്പോർട്ട് പക്ഷേ പരിശോധിക്കുന്നത് 2011 മുതൽ 2016 വരെയുള്ള ക്ഷേമ പെൻഷൻ വിതരണമാണ്. ഉമ്മൻചാണ്ടി ഭരിച്ച കാലത്ത് പെൻഷൻ കൊടുത്ത ഏതാനും പേരുടെ വിശേഷങ്ങൾ CAG കണ്ടെത്തിയത് ആദ്യം വായിക്കാം. പെൻഷനർ നമ്പർ 1061. ഒരു മകൻ വിദേശത്ത്, രണ്ടാമത്തെ മകൻ പട്ടാളത്തിൽ. 1062. മകൻ വിദേശത്ത്. 1063. ഒരു മകൻ വിദേശത്തും ഒരു മകൻ വ്യവസായിയും. പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും വിരമിച്ചയാൾക്കാണ് പെൻഷൻ. ഇങ്ങനെ പോയാൽ അപേക്ഷകന്റെ ഒരു മകൻ വിദേശത്ത്, മറ്റൊരാൾ വ്യവസായി. പെൻഷൻ കിട്ടുന്നയാളുടെ പേരിൽ 2.5 ഏക്കർ സ്ഥലവും. ഇപ്പോ ഞാൻ ഈ വായിച്ചതൊക്കെ ഈ വിവാദമായ കോട്ടയ്ക്കലിനെ കുറിച്ച് 2016 എഴുതി വച്ചതാണ്. അവരെല്ലാവരും ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നുമുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ പെൻഷൻ അനുവദിച്ച തീയതി എല്ലാവർക്കും നൽകിയിരിക്കുന്നത് 2015 മാർച്ച് മാസം 27-ന്. തിരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ കണ്ണിൽ കണ്ടവർക്കെല്ലാം പെൻഷൻ എന്ന പദ്ധതി നടപ്പാക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. CAG ചൂണ്ടിക്കാണിച്ചിട്ടും അതൊക്കെ തുടരുകയായിരുന്നു ഈ സർക്കാരിന്റെ കാലത്തും. പേര് വെട്ടിയാൽ ആജീവനാന്തകാലം ശത്രുവാകും എന്ന പേടിയാകാം ഒരു പക്ഷേ കാരണം. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുകയാണ് ക്ഷേമ പെൻഷൻ എന്ന രാഷ്ട്രീയ ആയുധം. മകൻ വിദേശത്താണെങ്കിൽ പെൻഷൻ കിട്ടുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് സംശയിക്കുന്ന നിഷ്കളങ്കർക്കായാണ് പറയുന്നത്. നിലവിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ചട്ടങ്ങൾ അനുസരിച്ച് അത് സാധിക്കില്ല. വളരെ വേഗം ആ ചട്ടങ്ങൾ നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ഏതൊരു ക്ഷേമ പെൻഷൻ ആണെങ്കിലും കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. 1 ലക്ഷം രൂപയിൽ താഴെയാകണമെന്നാൽ മാസം 8250 രൂപയിൽ കൂടുതൽ കുടുംബത്തിൽ വരുമാനം ഉണ്ടാകരുത് എന്നാണ്. ഇപ്പോൾ ചർച്ചയാക്കുന്നത് കോട്ടയ്ക്കലാണെങ്കിലും ഇത് കോട്ടയ്ക്കലിന്റെ മാത്രം പ്രശ്നമല്ല. പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ ഏതാനും പേരുടെ സ്ഥിതി CAG അന്നു തന്നെ ചെയ്തത് നോക്കാം. വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെ ഈ തട്ടിപ്പിന്റെ ഭാഗമാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ മകൻ ഒപ്പം താമസിക്കുമ്പോൾ പിരായിരി പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസർ കൊടുത്ത വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് 18,000 രൂപയുടേത്. സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ മാസാമാസം വാങ്ങുന്നയാൾക്ക് ആകെ വാർഷിക വരുമാനം 21,000 രൂപയെന്നും അതേ വില്ലേജ് ഓഫീസർ. ഈ മുതിർന്ന ചങ്ങാതിക്ക് ഒരു മാസത്തെ പെൻഷൻ തന്നെ 27,000 രൂപയാണ് അന്ന് കിട്ടുന്നത്. ഭർത്താവ് പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് നൽകിയ സർട്ടിഫിക്കറ്റിൽ പറയുന്നത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം 21,000 രൂപയാണ് എന്നാണ്. 18,000 രൂപ വാർഷിക വരുമാനം എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ ആൾ തന്നെ സംസ്ഥാന സർക്കാർ പെൻഷൻ വേറെ വാങ്ങുന്നുണ്ട്. ഭർത്താവിന് പെൻഷനുള്ള 2 സ്ത്രീകൾക്ക് വാർഷിക വരുമാനം 18,000-ഉം 12,000-ഉം വീതം. ഇനിതാ മറ്റൊരാളുടെ കഥ നോക്കാം. പെൻഷൻ കിട്ടുന്നയാളും ഒപ്പം താമസിക്കുന്ന മകളും സർക്കാർ ജീവനക്കാരാണ്. അവർക്കുള്ള വാർഷിക വരുമാനം 36,000 രൂപയും. ഭർത്താവും ഒപ്പം താമസിക്കുന്ന മകളും സർക്കാർ ജീവനക്കാരായ സ്ത്രീക്ക് വാർഷിക വരുമാനം 30,000 രൂപയെന്നും വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം. ഭർത്താവ് പെൻഷൻ വാങ്ങുകയും മകൻ സർക്കാർ ഉദ്യോഗസ്ഥനുമായ കുടുംബത്തിന് ആലത്തൂർ പഞ്ചായത്തിലും കിട്ടി 72,000 രൂപയെ വരുമാനമുള്ളൂ എന്ന സാക്ഷ്യപത്രം. സംസ്ഥാന സർക്കാരിന്റെ തന്നെ മാസം 24,000 രൂപ പെൻഷൻ കിട്ടുന്നയാൾക്ക് ആകെ വാർഷിക വരുമാനമായി വില്ലേജ് ഓഫീസർ എഴുതിക്കൊടുത്തത് 24,000 രൂപ. ആലത്തൂരും എരിവേശ്ശേരിയിലും തളിപ്പറമ്പിലും ഉദയംപേരൂരുമെല്ലാം ഇങ്ങനെ നിരവധി തട്ടിപ്പുകൾ അന്നേ CAG കണ്ടെത്തി സർക്കാരിനെ അറിയിച്ചതാണ്. ഒരു പുല്ലും ഇവിടെ നടന്നില്ല. ഇനി ഈ പെൻഷൻ ദാനം ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. അതായത് അർഹത ഉണ്ടായിട്ടും കിട്ടാത്തവരുടെ പട്ടിക. BMW പോയി മുടിവെട്ടി വരുന്നയാൾ ഊന്നുവടിയും കീറക്കുടയുമായി പെൻഷൻ മസ്റ്ററിന് ഒരുപക്ഷെ അക്ഷയ കേന്ദ്രത്തിൽ പോകുന്നുണ്ടായിരിക്കും. നമ്മുടെ ജോസ് പ്രകാശ് നടിച്ച സിനിമകളിൽ എന്നതുപോലെ ആള് വേറെയാണെന്ന് അറിയിക്കാൻ കവളത്തൊരു കറുത്ത ഉണ്ടയും ചാർത്തിയിട്ടുണ്ടാകും. എന്നാൽ ശരിക്കും ഊന്നുവടി കുത്തി 2 നേരം പോലും കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ നടക്കുന്ന എത്ര പേർക്ക് പെൻഷൻ കിട്ടാതെ പോകുന്നുണ്ട് എന്ന കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? നിസാര കാരണങ്ങൾ പറഞ്ഞ് ഇതേ ഉദ്യോഗസ്ഥ വൃന്ദം തള്ളിക്കളഞ്ഞവരുടെ ആ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. പെൻഷൻ വാങ്ങിച്ച് BMW പെട്രോൾ അടിക്കുന്നവരുടെ കണക്ക് നോക്കിയല്ല നമ്മൾ ഞെട്ടേണ്ടത്.
അങ്ങനെ കിട്ടാത്തവരുടെ ചെറിയ ഒരു കണക്കിൽ നിന്നും തുടങ്ങാം. നമ്മുടെ സംസ്ഥാനത്ത് ആശ്രയ പദ്ധതി എന്നാൽ അതിദരിദ്രരുടെ പദ്ധതിയാണ്. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ പേരുകളാണ് അതിലുള്ളത്. ആ പട്ടികയിലുള്ള ഏതാനും പേരുടെ സ്ഥിതി മാത്രം നോക്കാം. കൊക്കയാർ പഞ്ചായത്തിൽ ആശ്രയയിലുള്ളത് 84 പേരാണ്. അതിൽ 71 പേർക്കും പെൻഷനില്ല. റാന്നി പഴവങ്ങാടിയിൽ 108-ൽ 75 പേർക്കും പെൻഷനില്ല. അഞ്ചലിൽ 216-ൽ 148 പേരും പട്ടികയ്ക്ക് പുറത്താണ്. ഉദയംപേരൂരിൽ 193 പേരിൽ 110 പേർക്കും, കോടഞ്ചേരിയിൽ 93-ൽ 81 പേർക്കും, പിരായിരിയിൽ 41-ൽ 35 പേർക്കും, വെള്ളമുണ്ടയിൽ 67-ൽ 65 പേർക്കും ഒരു ക്ഷേമ പെൻഷനും കിട്ടുന്നില്ല. കൊയിലാണ്ടി നഗരസഭയിലെ ആശ്രയ പദ്ധതിയിൽ വരുന്ന 231-ലെ 186 പേരും പുറത്താണ്. എങ്ങനെ ഓരോ പഞ്ചായത്തിലും ആശ്രയ പദ്ധതിയിലുള്ളവർ മാത്രം പുറത്തായത് നിരവധിയാണ്. ആവശ്യത്തിന് ഭക്ഷണം, ആരോഗ്യം, വരുമാനം, പാർപ്പിടം, ഈ 4ഉം ഇല്ലാത്തവരാണ് ആശ്രയ പദ്ധതിയിൽ വരുന്നത്. അക്ഷരാർത്ഥത്തിൽ തലയ്ക്കുമീതെ ശൂന്യാകാശം മാത്രമുള്ളവർ, അവരെയാണ് പുറത്താക്കിയത് എന്ന് മറക്കാതിരിക്കാം. ക്ഷേമ പെൻഷൻ നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും മാനദണ്ഡങ്ങളിൽ പൊതുവായിട്ടുള്ളത് ഒരു വ്യവസ്ഥയാണ്. വാർഡ് സഭകളും ഗ്രാമസഭകളും അംഗീകരിക്കാതെ പെൻഷൻ നൽകരുത് എന്നാണ് ആ വ്യവസ്ഥ. ഗ്രാമസഭകൾ അനുമതി നൽകാതെ പെൻഷൻ കൊടുക്കരുത് എന്ന കർശന വ്യവസ്ഥ ഉണ്ടായിട്ടും അത് എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ പാലിച്ചു? CAG കണക്കെടുത്തത് 71 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. അതിൽ പെരിന്തൽമണ്ണ നഗരസഭയിൽ മാത്രമാണ് ഇങ്ങനെയൊരു പട്ടിക ഗ്രാമസഭയിൽ വച്ചിട്ടുള്ളത്. ബാക്കി 70 ഗ്രാമസഭകൾ കണ്ടിട്ടില്ല. അനർഹർ പട്ടികയിൽ വരികയും അർഹർ ഉൾപ്പെടാതെ പോവുകയും ചെയ്യുന്നത് എങ്ങനെ എന്നറിയാൻ ഇതിലും അപ്പുറം ഒരു കാരണം വേണ്ട. അനർഹർ വാങ്ങുന്നതിനേക്കാൾ ഗുരുതര പ്രശ്നം അർഹർക്ക് കിട്ടാത്തതാണ്. സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന 17.39% ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നാണ് CAG എഴുതി വച്ചിരിക്കുന്നത്. ഇതിൽ വാർദ്ധക്യ പെൻഷനിൽ തടയപ്പെടുന്നവരുടെ എണ്ണമാണ് സങ്കടകരമായി ഏറ്റവും കൂടുതലും. പാപ്പിനിശ്ശേരിയിൽ ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനായ വീട്ടിലാണ് വാർഷിക വരുമാനം 12,000 രൂപ എന്ന് റേഷൻ കാർഡിൽ എഴുതി വച്ചിരിക്കുന്നത്. കുറ്റം പറയരുത്, ഗൃഹനാഥൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്നും ആ റേഷൻ കാർഡിൽ തന്നെയുണ്ട്. 21,000 രൂപ വാർഷിക വരുമാനം കാണിച്ചിരിക്കുന്ന റേഷൻ കാർഡിൽ ഗൃഹനാഥൻ സംസ്ഥാന സർക്കാർ പെൻഷൻ വാങ്ങുന്നു. ഭാര്യ ബാങ്കിൽ ജോലി ചെയ്യുന്നു. ഗൃഹനാഥൻ സർക്കാർ ഉദ്യോഗസ്ഥനായ നിരവധി കുടുംബങ്ങളിൽ പാപ്പിനിശ്ശേരി പഞ്ചായത്തിൽ മാത്രം പെൻഷൻ എത്തുന്നുണ്ട്. ഇനി വീണ്ടും റിവേഴ്സ് അന്വേഷണം. എന്തുകൊണ്ട് അർഹത ഉണ്ടായിട്ടും ഇത്രയേറെ ആളുകൾക്ക് പെൻഷൻ കിട്ടുന്നില്ല? CAG അങ്ങനെ പെൻഷൻ കിട്ടാത്ത 2,851 അർഹരുടെ അടുത്ത് സർവേയിൽ നടത്തി. പെൻഷൻ കിട്ടാത്ത 42% അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നറിയുമായിരുന്നില്ല. അപേക്ഷിക്കണമെന്ന് പോലും അറിയുമായിരുന്നില്ല. 14% ലഭിച്ച ഉപദേശം നിങ്ങൾക്ക് അർഹതയില്ല എന്നാണ്. 9% ആവശ്യം വേണ്ട രേഖകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിന് ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടായില്ല. അക്ഷയ കേന്ദ്രത്തിലും പഞ്ചായത്തിലും വില്ലേജിലും മാറി പോകാനുള്ള ആരോഗ്യമില്ലാത്തതിനാൽ പിന്മാറിയവരാണ് 5%. അനർഹർ പെൻഷൻ വാങ്ങുന്നത് ഞെട്ടിക്കുന്ന കാര്യം. സർക്കാർ പരിശോധിക്കുമെന്നാണ് ധനമന്ത്രി മുതൽ CPIM സംസ്ഥാന സെക്രട്ടറി വരെ പറഞ്ഞത്. ഈ സർക്കാരിനെ എന്തിന് കൊള്ളാമെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തയ്യാറാക്കിയ പട്ടികയിൽ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ അനർഹരുടെ പട എന്നറിയാത്തയാളല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ്. പെൻഷൻ മേഖലയെക്കുറിച്ചുള്ള ഈ സമഗ്ര റിപ്പോർട്ട് കയ്യിലുള്ളപ്പോൾ ഇനി പഠനമല്ല, വെട്ടി നിരത്തലാണ് വേണ്ടത്. ഒപ്പം നട്ടു നനയ്ക്കുകയും വേണം. അർഹതയുണ്ടായിട്ടും പെൻഷൻ കിട്ടാതെ പോയവരെ ഈ പട്ടികയിൽ എത്തിച്ച് അവരെ പരിപാലിക്കണമെന്നാണ് പറയാൻ ശ്രമിച്ചത്. വെട്ടിനിരത്തലും നട്ടുനനയ്ക്കലും ഒരേപോലെ ഈ സമൂഹത്തോട് ചെയ്യണം. അതാണ് നമ്മുടെ നാടിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പ്രായശ്ചിത്തം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും.